സിനിമയാവട്ടെ, പുസ്തകങ്ങളാവട്ടെ, ഈ പ്രണയകഥകൾക്ക് ഒരു പ്രത്യേക മാജിക്കില്ലേ? നമ്മളെ എപ്പോഴും ആകർഷിക്കുന്ന എന്തോന്ന്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലവ് സ്റ്റോറികളെ ഇത്രയധികം സ്നേഹിക്കുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ? ഇതിനൊരു സിമ്പിൾ ഉത്തരമുണ്ട്. റൈറ്ററായ KM വെയ്ലാൻ പറയുന്നതുപോലെ മനുഷ്യർ സ്നേഹിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈയൊരു ആകർഷണം എന്ന് പറയുന്നത് വളരെ നാച്ചുറലാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രണയകഥകളൊക്കെ നമ്മളെ ഇത്രയധികം പിടിച്ചിരുത്തുന്നത്. പക്ഷേ ഒരു സംശയം, എന്തുകൊണ്ടാണ് ഈ കഥകൾക്ക് ഇത്ര പവർ? ചില പ്രണയകഥകളൊക്കെ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ നിൽക്കില്ലേ? അതിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കും? നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പഴയ ക്ലാസിക് സിനിമകൾ തൊട്ട് ഇന്നത്തെ പുത്തൻ റോംകോംസ് വരെ നമ്മുടെ കൾച്ചറിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഈ ലവ് സ്റ്റോറീസ്. കഥ പറച്ചിലിന്റെ ലോകത്ത് എപ്പോഴും പ്രണയത്തിന് ഒരു സൂപ്പർ സ്റ്റാർ പദവിയുണ്ട്, അല്ലേ? ഇവിടെ നോക്കൂ, ലോകമാഘോഷിച്ച ചില ഐക്കോണിക് പ്രണയകഥകളാണ്. സിനിമയിൽ നിന്ന് കസബ്ലാങ്ക എടുക്കാം, അല്ലെങ്കിൽ സാഹിത്യത്തിൽ നിന്ന് റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പ്രണയത്തിന്റെ പല പല മുഖങ്ങൾ വരില്ലേ? അതുതന്നെയാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ ഇത്രയധികം ഹിറ്റായ പ്രണയകഥകൾ കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം. ഇതിനെല്ലാം കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ? ഒരു സീക്രട്ട് റെസിപ്പി, അല്ലെങ്കിൽ ഒരു വിജയ ഫോർമുല വല്ലതും? സത്യം പറഞ്ഞാൽ ഉണ്ട്. അങ്ങനെയൊരു ഫോർമുലയുണ്ട്. അതിനെയാണ് റൊമാൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഒരുപാട് പ്രണയകഥകൾ, ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ഭൂരിഭാഗവും ഈയൊരു ഘടനയാണ് ഫോളോ ചെയ്യുന്നത്. ജോൺ ജെ കാവൽറ്റിയുടെ ഒരു തിയറി അനുസരിച്ച് ഇതിന് പ്രധാനമായും 4 സ്റ്റേജുകളാണുള്ളത്. സ്റ്റെപ്പ് 1, നായകനും നായികയും ആദ്യമായി കണ്ടുമുട്ടുന്നു. സ്റ്റെപ്പ് 2, അവരുടെ റിലേഷൻഷിപ്പ് വളരുന്നു, കുറച്ചുകൂടി ഡീപ്പാകുന്നു. സ്റ്റെപ്പ് 3, അവർക്കിടയിൽ വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തടസ്സം വരുന്നു. പിന്നെ സ്റ്റെപ്പ് 4, അവസാനം ഒരു ഹാപ്പി എൻഡിങ്ങോടെ കഥ തീരുന്നു. സിമ്പിളല്ലേ? ഇനിയിപ്പോൾ നായകന്മാരെ നോക്കിയാലോ, പല ടൈപ്പ് ഹീറോസിനെ നമ്മൾ കാണാറുണ്ട്. ഒരു ബാഡ് ബോയ് ടൈപ്പ്, അല്ലെങ്കിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ആ ബെസ്റ്റ് ഫ്രണ്ട്. ചിലപ്പോൾ നല്ല സ്മാർട്ടും ആത്മാർത്ഥതയുമുള്ള പ്രൊഫസർ ടൈപ്പ്. അങ്ങനെ പലതരക്കാർ. നായകന്മാരെപ്പോലെ തന്നെ നായികമാർക്കും ചില കോമൺ ടൈപ്പുകളുണ്ട്. സ്വന്തം കരിയറും ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ദ ബോസ്, അല്ലെങ്കിൽ നല്ല വിശ്വസ്തയും ടീം പ്ലെയറുമായ ദ സ്പങ്കി കിഡ്. പിന്നെ എല്ലാവരെയും സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ദ നർച്ചറർ. അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ഫോർമുലയുണ്ടെന്ന് കരുതി എല്ലാ കഥകളും ഒരേ അച്ചിൽ വാർത്തതല്ല. ഇതൊരു ബേസിക് ഫ്രെയിംവർക്ക് മാത്രമാണ്. കഴിവുള്ള എഴുത്തുകാരും ഫിലിം മേക്കേഴ്സും ഈ ഫോർമുല വെച്ച് തികച്ചും പുതുമയുള്ള വ്യത്യസ്തമായ കഥകളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഫോർമുലയെ പല രീതിയിൽ ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? ചില കഥകൾ വലിയ ഇതിഹാസങ്ങളായി മാറുമ്പോൾ മറ്റു ചിലത് ചെറിയ മനോഹരമായ അനുഭവങ്ങളാകും. ചിലപ്പോഴാകട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ കഥകളായും ഇത് മാറാറുണ്ട്. ഇവിടെ 2 തരം കഥകൾ കാണാം. ഒന്ന്, ടൈറ്റാനിക് പോലെയുള്ള റൊമാൻറ്റിക് എപ്പിക്സ്, വലിയ ക്യാൻവാസ്, ചരിത്ര പശ്ചാത്തലം, ഗംഭീരമായ കഥ. മറുവശത്ത് പാം സ്പ്രിങ്സ് പോലെയുള്ള ഹിഡൻ ജെംസ് ഉണ്ട്, അതായത് ഒളിഞ്ഞിരിക്കുന്ന രത്നങ്ങൾ. ഇവ വളരെ പേഴ്സണലായിട്ടുള്ള ചെറിയ പശ്ചാത്തലത്തിൽ ആഴത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന കഥകളായിരിക്കും. എന്നാൽ എല്ലാ പ്രണയകഥകളും അത്ര സിമ്പിൾ അല്ല കേട്ടോ. നമ്മൾ ക്ലാസിക് എന്നൊക്കെ പറയുന്ന പല കഥകളിലെയും നായകന്മാരുടെ സ്വഭാവം ഇന്നത്തെ കാലത്ത് നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു ഉദാഹരണം പറയാം. വുദറിംഗ് ഹൈറ്റ്സ് എന്ന ക്ലാസിക് നോവലിലെ ഹീത്ത് ക്ലിഫ്. ഒരു റീഡർ കമന്റ് ചെയ്തത് നോക്കൂ. ഹീത്ത് ക്ലിഫ് ഭയങ്കര കൺട്രോളിങ്ങും അബ്യൂസീവുമാണ്. കാദറിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അയാൾ ഒരു പട്ടിക്കുട്ടിയെ വരെ കൊല്ലുന്നുണ്ട്. ഇവിടെയാണ് ചോദ്യം വരുന്നത്, ഇതൊക്കെയാണോ സ്നേഹം? സ്നേഹം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒന്നാവരുത്. അപ്പോൾ പിന്നെയും ചോദ്യം വരും, ഇങ്ങനെയൊക്കെയുള്ള കഥകളെ പിന്നെന്തിനാണ് നമ്മൾ ഗ്രേറ്റ് ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടാടുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ മനുഷ്യന്റെ സൈക്കോളജിയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം കഥകൾ പോലും നമ്മളെ ആകർഷിക്കുന്നത്? അതിൻ്റെ സൈക്കോളജിക്കൽ കാരണങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. സൈക്കോ അനലിറ്റിക് തിയറി അനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥകൾക്ക് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളുമായി, അതായത് നമ്മുടെ അബോധ മനസ്സുമായി ഒരു കണക്ഷനുണ്ട്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പഴയ അനുഭവങ്ങളുമൊക്കെയാണ് ഈ കഥകളിലൂടെ പുറത്തുവരുന്നത്. അതായത് നമ്മുടെ മനസ്സിന് ചില ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. നമുക്ക് വിഷമം തരുന്ന ഓർമ്മകളെയും ചിന്തകളെയുമൊക്കെ നമ്മുടെ ബോധമനസ്സിൽ നിന്ന് മാറ്റി അബോധമനസ്സിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിനെ റിപ്രഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചുരുക്കം ഇതാണ്: നമ്മുടെ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ പരിഹരിക്കപ്പെടാത്ത റിലേഷൻഷിപ്പുകളെയും അനുഭവങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രങ്ങളോടും കഥകളോടും നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. ആ കഥകളിലൂടെ നമ്മളറിയാതെ തന്നെ
നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പഴയ പ്രശ്നങ്ങൾക്ക് ഒരു ക്ലോഷർ കണ്ടെത്താൻ ശ്രമിക്കുകയായിരിക്കും. അപ്പോ നമ്മൾ കണ്ടു പ്രണയകഥകൾക്ക് ഒരു ഫോർമുലയുണ്ട്, അതുപോലെ അത് നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇതെല്ലാം നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. പ്രണയകഥകൾക്ക് പിന്നിലെ ഈ ഫോർമുലയും സൈക്കോളജിയും ഒക്കെ മനസ്സിലാക്കുന്നത് അവയുടെ മാജിക് കുറയ്ക്കുന്നുണ്ടോ, അതോ മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായൊരു സത്യം നമുക്ക് കാണിച്ചു തരികയാണോ ഈ കഥകൾ ചെയ്യുന്നത്?